ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. എല്ലാവരും കേൾക്കണം ഈ പ്രസംഗം. കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ വി ഡി സതീശൻ എത്രമാത്രം ഹോംവർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ പ്രസംഗം മാത്രം മതി. അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക്. സാർ, ഞാൻ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുകയാണ്. സാറേ, ബജറ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. സാർ, അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ഒരു പവിത്രതയുണ്ട്. ആ പവിത്രത ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രതിപക്ഷ വിമർശനവും കുത്തി നിറച്ച് ആ പവിത്രത ഇല്ലാതാക്കി. ഇതൊരു ധനകാര്യ ഡോക്യുമെൻ്റാണ്, ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റാണ്. എവിടെ പോയും കാണിക്കേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. സ്റ്റേറ്റിൻ്റെ ലാസ്റ്റ് ഇയറിലെ പെർഫോമൻസും വരാൻ പോകുന്ന വർഷത്തെ എസ്റ്റിമേറ്റുമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ ബജറ്റിന് ഒരു ക്രെഡിബിലിറ്റി ഇല്ല സാർ. അത് അങ്ങയുടെ കുഴപ്പമില്ല, ധനകാര്യമന്ത്രിയുടെ കുഴപ്പമില്ല. കഴിഞ്ഞ 7 വർഷക്കാലത്തെ നിങ്ങളുടെ സർക്കാരുകളുടെ ബജറ്റ് നിർദ്ദേശങ്ങളുടെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തിയാൽ എന്താണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്, എന്താണ് നിങ്ങൾ നടപ്പാക്കിയത് എന്ന് പരിശോധിച്ചാൽ നിങ്ങളുടെ ബജറ്റിന് വിശ്വാസ്യതയും ഇല്ല എന്ന് വ്യക്തമാകും. സർ, ഇവിടെ ആദ്യ ഭാഗങ്ങളിൽ അവകാശപ്പെടുന്നത് കേരളം ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയാണ്. ശരിയാണ്. അതിന് പറഞ്ഞത് ഒന്ന് വിഴിഞ്ഞം പദ്ധതി. സർ, വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്നാണ് പറഞ്ഞത്. സർ, ധനകാര്യമന്ത്രിയോട് നന്ദിയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസനത്തിന്റെ കവാടമാണ് വിഴിഞ്ഞം എന്ന് തിരുത്തി പറഞ്ഞിരിക്കുന്നു. പഴയ പാർട്ടി സെക്രട്ടറിയെ ഇന്നത്തെ ധനകാര്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ തിരുത്തി പറഞ്ഞിരിക്കുന്നു. സർ, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് വിഴിഞ്ഞം പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നത്? UDF അല്ലേ കൊണ്ടുവന്നത്? സർ, കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും അങ്ങ് വാതോരാതെ ഈ ബജറ്റിൽ സംസാരിക്കുന്നു. ആരാണ് സർ കൊച്ചി മെട്രോ കൊണ്ടുവന്നത്? ആരാണ് വാട്ടർ മെട്രോയ്ക്കുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കിയത്? സർ, നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു, സന്തോഷം. അതെല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്യാണ്. ഗെയിൽ പൈപ്പിലെ തീർച്ചയായിട്ടും നല്ല ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് എടുത്തു, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഗെയിൽ പൈപ്പിനെയിൽ എതിരായി സമരം ചെയ്ത് ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞവരപ്പുറത്തും മന്ത്രിമാരായിരിക്കുന്നില്ല സർ? മന്ത്രിമാരായിരിക്കുന്നില്ല സർ? ഇപ്പോൾ അന്ന് അതിൻ്റെ വികസന വിരുദ്ധ നിലപാട് എടുത്ത ആളുകളാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത്. സർ, നാഷണൽ ഹൈവേയുടെ വികസനത്തിലുള്ള ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു? നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ല എന്നൊന്നും പറയില്ല. ഉള്ള കാര്യങ്ങൾ ഞാനില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവോ? ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ NHന്റെ കാര്യം, NHന്റെ ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു? അക്വിസിഷൻ ആയിരുന്നു. കാരണം 10-25 കൊല്ലം മുമ്പുള്ള വിലയാണ് ഇട്ട് കൊടുത്തിരുന്നത്. 2006 അക്വയർ ചെയ്ത സമയത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ 1 സെന്റ് ഭൂമിക്ക് കിട്ടിയത് 21,000 രൂപയാണ്. സാർ, 10 സെന്റ് പോയാൽ കിട്ടുന്നത് 2 ലക്ഷത്തി ചില രൂപയാണ്. 1 സെന്റ് മേടിക്കാൻ പറ്റില്ല 10 സെന്റ് പോയാൽ. സാർ, രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചുള്ള, ഞാൻ ഒന്ന് തീർത്തിട്ട്, അതനുസരിച്ചുള്ള പാക്കേജാണ്. അതിൻ്റെ റൂൾസ് വന്നതിന് ശേഷമാണ് ഈ അക്വിസിഷൻ പ്രോസസ്. ഇപ്പോൾ ആളുകൾ സ്ഥലം എടുത്തു പോവാത്തവർക്ക് സങ്കടമാണ്, ഞങ്ങളുടെ സ്ഥലം പോയില്ലല്ലോ എന്ന്. കാരണം അത്രയും നല്ല പാക്കേജാണ്. അത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു കോർപ്പറേറ്റ് മേഖലകളിൽ നിന്ന്. ഇത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ശക്തിയായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്നു. സർ, അതൊക്കെ നിങ്ങളിപ്പോൾ ആ ബില്ലിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്നല്ല ഞാൻ ഒരു കാര്യം അങ്ങനെ ശ്രദ്ധപ്പെടുത്താം. ആ ബില്ലിൻ്റെ ഷെഡ്യൂളിൽ എക്സംപ്റ്റഡ് ലോസ് ഉണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ കൊണ്ടുവന്ന ബില്ലിൽ NHAI എക്സംപ്റ്റഡ് ആയിരുന്നു. ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കൽ LARR ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ആ സർക്കാർ ബില്ല് കൊണ്ട്. ഞങ്ങൾ അതിനകത്ത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് നോക്കി അറിയാം. അതിനകത്ത് കൃത്യമായി ഡിസെൻറ്റ് രേഖപ്പെടുത്തിയ ഭാഗം കൂടിയാണ്. അപ്പോൾ അത് തെറ്റായൊരു പ്രസ്താവനയാണ്.
അത് പിന്നീട് ചേർത്തല്ലോ. പിന്നീട് ഇപ്പൊ നാഷണൽ ഹൈവേ കൂടി വന്നതുകൊണ്ടല്ലേ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടല്ലേ അത് നാഷണൽ ഹൈവേയും കൂടി ചേർത്ത് ഇപ്പൊ നാഷണൽ ഹൈവേയുടെ അക്വിസിഷന് കൂടി ആ പാക്കേജ് അനുസരിച്ച് പേയ്മെന്റ് കൊടുക്കേണ്ട സ്ഥിതി വന്നത്. സാർ അപ്പൊ അതെല്ലാം അത് തന്നെയാണ്. സാർ പ്ലീസ് സാർ, ഇപ്പൊ സൺറൈസ് കേരളത്തിന്റെ സമ്പദ്ഘടന സൺറൈസ് സമ്പദ്ഘടനയാണ് എന്നാണ് ഇവിടെ വാദിക്കുന്നത്. സാർ, യഥാർത്ഥ പിക്ചർ എന്താ? ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബജറ്റ് അറ്റ് ഗ്ലാൻസ് നോക്കിയാൽ മതി. സാധാരണ അതാണ് നോക്കുന്നത്. അതിലെന്താണ് സാമ്പത്തിക സൂചകങ്ങൾ? ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത് എന്താ? റവന്യൂ കമ്മി 2022-23 റവന്യൂ കമ്മി GSDPയുടെ റേഷ്യോ 0.88% 1% താഴെയായിരുന്നു. 23-24 റിയൽ എസ്റ്റിമേറ്റിൽ റവന്യൂ കമ്മി GSDP അനുപാതം 2.09% ഉയർന്നു. റവന്യൂ കമ്മി ഈ കാലയളവിൽ 9,226 കോടിയിൽ നിന്നും 24,585 ആയി ഉയർന്നു. ഇരട്ടിയിലും കൂടുതൽ റവന്യൂ കമ്മി പോയി. സാർ, ധനക്കമ്മി 2022-23 ധനക്കമ്മിയും GSDPയും തമ്മിലുള്ള റേഷ്യോ 2.44% ആയിരുന്നു. സാർ, ഇപ്പോൾ അത് 23-24 3.45% ആയി ഉയർന്നു. അതായത് ധനക്കമ്മി ഈ കാലയളവിൽ 25,554 കോടിയിൽ നിന്നും 40,461 കോടിയായിരുന്നു സൺറൈസ് സമ്പദ്ഘടന. ഇനി GST വരുമാനത്തിൻ്റെ ഉണ്ടായ വർധനവ് നോക്കിയാൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത വളരെ വ്യക്തമാണ്. 22-23 29,513 കോടിയായിരുന്നു GST വരുമാനം. 23-24 അത് 32,596 കോടിയായി വർദ്ധിച്ചു. അപ്പൊ എത്രയാ ടാക്സ് ഗ്രോത്ത്? GST ഗ്രോത്ത് എത്രയാ? 10%. മുഖ്യമന്ത്രി എനിക്ക് തന്ന കത്തിലും ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞപ്പോഴും പറഞ്ഞത് 20% ഗ്രോത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. ടാക്സ് ഗ്രോത്ത് ബജറ്റ് അറ്റ് ഗ്ലാൻസ് വന്നപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന കണക്ക് കേവലം 10% മാത്രം GST ഗ്രോത്ത്. അപ്പൊ റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് 14%. ആ 14%ത്തിലും താഴെയാണ് GST ഗ്രോത്ത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് GST ഗ്രോത്ത് ഉള്ള സംസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് പോയി. അപ്പം ഞങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് അല്ലേ? നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല, നികുതി പിരിക്കുന്നില്ല, GST ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഫെയിലിയറാണ്, തകരുകയാണ്. മറ്റേ ടാക്സ് തട്ടിപ്പുകാരുടെ സ്വർഗമായി പറുദീസയായി കേരളം മാറിയിരിക്കുന്നു. ഭീകരമായ തോതിൽ നികുതി വെട്ടിപ്പ് നടക്കുകയാണ് സംസ്ഥാനത്ത്. ഇല്ലെങ്കിൽ വലിയ ഗ്രോത്താണ് ഉണ്ടാവേണ്ടിയിരുന്നത്. വലിയ ഗ്രോത്ത്, ഒരു 30% അപ്പുറത്തേക്ക് ടാക്സ് GST ഗ്രോത്ത് പോയിരുന്നെങ്കിൽ എത്ര കോടി രൂപയുടെ വരുമാനം സംസ്ഥാനത്തിന് ഉണ്ടാകുമായിരുന്നു. 1000 പേര് GST വകുപ്പിൽ വെറുതെ ഇരിക്കുകയാണ്. എത്ര പ്രാവശ്യം ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങളുടെ GST ടാക്സ് അഡ്മിനിസ്ട്രേഷൻ റീസ്ട്രക്ചർ ചെയ്തത് ഫെയിലിയറാണ്. അതാണ് ഇതിൻ്റെ ഈ തകരാറിൻ്റെ മുഴുവൻ കാര്യം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, there is no check post, no camera, no surveillance, no intelligence. ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ആർക്കും എന്ത് സാധനവും കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുന്ന സ്ഥലമാക്കി കേരളത്തെ മാറ്റി. സാർ, ഇവിടെ GST വരുമാനം ബജറ്റിലെ എസ്റ്റിമേറ്റിനേക്കാൾ 2023-24 ബജറ്റ് എസ്റ്റിമേറ്റിൽ വെച്ചിരിക്കുന്നത് 35,982 കോടിയാണ്. 24-25 ബജറ്റ് എസ്റ്റിമേറ്റ് അതിനേക്കാൾ കുറവാണ്, 35,874 കോടി. ഞാൻ അത്ഭുതപ്പെടുകയാണ്. സാർ, ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കൂടണ്ടേ അടുത്ത ബജറ്റ് എസ്റ്റിമേറ്റ്? GSTയുടെ ഗ്രോത്ത് ഇല്ലേ? അപ്പോൾ അടുത്ത വർഷം ഉണ്ടാവില്ല. ഇതാണ് സൺറൈസ് സമ്പദ്ഘടന. അടുത്ത വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് ഡോക്യുമെന്റ് ആണ്. അടുത്ത വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കുറവ്. അപ്പം നിങ്ങൾ GSTയിൽ നിന്ന് കൂടുതൽ വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഇത് എന്ത് കണക്കാണത്? എന്ത് കണക്ക്? എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഏത് തലത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്? ഇവിടെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായിരിക്കുന്നത് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓൺ ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി മന്ത്രി ഇവിടെ ഇല്ല. 2022-23 72 കോടിയിൽ നിന്നും 2023-24 ആയപ്പോൾ 373 കോടിയായി ഉയർന്നു. സാധാരണക്കാരെ പിരിഞ്ഞ് ഇനിയിപ്പോൾ വൈദ്യുതി വിതരണ ചട്ടങ്ങൾ സപ്ലൈ കോഡ് പരിഷ്കരിക്കുന്നതോടെ വൈദ്യുതി കണക്ഷൻ നൽകുന്നതിലെ നിരക്കുകളിൽ വീണ്ടും വലിയ വർധനവുണ്ടാവും. വിവിധ സേവനങ്ങളുടെ നിരക്ക്
85% വർദ്ധിപ്പിച്ചു. നിങ്ങൾ ആ തരത്തിലെല്ലാമാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അറിയണം. സാർ, എത്ര വലിയ കുടിശ്ശികയാണുള്ളത്? സപ്ലൈകോയ്ക്ക് 3000 കോടി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5400 കോടി, കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി 1128 കോടി, കാരുണ്യ ബെനവലം ഫണ്ട് 198 കോടി, സർക്കാർ DA, DR, പേ റിവിഷൻ അരിയർ, പെൻഷൻ റിവിഷൻ അരിയർ, ലീവ് സറണ്ടർ എല്ലാം കൂടി 40,000 കോടി, സർക്കാർ കരാറുകാർക്ക് 16,000 കോടി കുടിശ്ശിക, പിന്നെ ഒരുപാട് കുടിശ്ശികയാണ്. സാർ, ക്ഷേമനിധികളെല്ലാം പോയി. ഞാൻ ഇന്നലെ പറഞ്ഞു, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോയി, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അംഗൻവാടി തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യം കിട്ടുന്നില്ല. അപ്പോൾ എവിടെ പോയി സൺറൈസ് സമ്പദ്ഘടനയിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസ്? ഇതെല്ലാം കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാർ കൊണ്ടുവന്ന വെൽഫെയർ ലെജിസ്ലേഷൻസ് ആണ്, നിയമങ്ങളാണ്. സാധാരണക്കാരെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ, അതെല്ലാം തകരാറിലായി. ഇതാണോ കേരളത്തിന് ഒരു കുഴപ്പമില്ല എന്ന് ധനകാര്യമന്ത്രി പറയുന്നത്? ഈ സമ്പദ്ഘടന, ഞാൻ ഈ ബജറ്റ് പ്ലാൻസിലെ ഫിസ്ക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. സത്യം പറഞ്ഞ ഷോക്ക്ഡായി ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇത് വായിച്ചപ്പോൾ. കഴിഞ്ഞ വർഷങ്ങളിലെ 4-5 വർഷങ്ങളിലേക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് വരുമ്പോൾ അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് എന്ന് ബോധ്യമായി. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല, പല ചർച്ചകളിലും ആവർത്തിച്ചില്ല. സാർ, എനിക്ക് വളരെ രസകരമായ കാര്യം പറയാനുള്ളത്, ഈ നിങ്ങൾ പ്ലാനിങ്ങിൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെ മോഡി സർക്കാരിൻ്റെ പോലെ പ്ലാൻ വഴിയിൽ ഉപേക്ഷിച്ച് റൈറ്റ് എക്സ്ട്രീം സ്റ്റെപ്പായ പ്രോജക്റ്റിൻ്റെ പുറകെ പോവാണ്? അതാണ് എൻ്റെ ചോദ്യം. പ്ലാൻ എന്താണ്? പ്ലാനിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? പ്ലാനിനൊരു പ്രയോറിറ്റി ഉണ്ട്, ഇല്ലേ? മുൻഗണനയുണ്ട്. പ്ലാനിനൊരു റീജിയണൽ ബാലൻസ് ഉണ്ട്. ആ പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നൊരു ബാലൻസ് ഉണ്ട്. പ്ലാനിന് SC STക്ക് പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്കെല്ലാം പ്ലാനിൽ പ്രത്യേകമായ പ്രൊവിഷൻസ് ഉണ്ടാവും. പ്ലാൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും ചരിത്രപരമായ പ്രത്യേകതകളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ പ്ലാനിങ് കൊണ്ടുവന്നത്, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് പ്ലാൻ വേണ്ട, പ്ലാനിങ് കമ്മീഷൻ നിർത്തലാക്കി നേരെ പോവുകയാണ് വേറെ പ്രോജക്റ്റിൻ്റെ പുറകെ. പ്രോജക്റ്റിന് എന്താ? പ്രോജക്റ്റ് കിക്ക് ബാക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ത് പ്രയോറിറ്റി? ഏത് പ്രയോറിറ്റിയാണ് പ്രോജക്റ്റുകൾക്കുള്ളത്? പല പ്രോജക്റ്റുകൾക്കും ഒരു പ്രയോറിറ്റി ഇല്ല, ഒരു റീജിയണൽ ബാലൻസും ഇല്ല, പലപ്പോഴും റീജിയണൽ ഇംബാലൻസ് ആണ്. എവിടെ SC ST പ്രോഗ്രാം? നിങ്ങളിപ്പോൾ ഇവിടെ മേജറായിട്ടുള്ള പ്രോജക്റ്റുകളെല്ലാം കിഫ്ബിയിലാണ് ചെയ്യുന്നതെന്ന് പറയും. സാർ, കിഫ്ബിയിൽ SC STക്കുള്ള പ്രൊവിഷൻസ് ഉണ്ടോ? കേരളത്തിൽ 10% SCPയും TSP ആണുള്ളത്, 2% പട്ടികവർഗക്കാർക്കും പട്ടികജാതിക്കാർക്കും ഉള്ളത്. അവർക്കൊക്കെ കിട്ടേണ്ട പണം കംപ്ലീറ്റ് പോവുകയാണ്. സാർ, പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, പ്ലാൻ ഒന്ന് നോക്കിയേ. പ്ലാൻ എക്സ്പെൻഡിച്ചർ 2021-22 34,450 കോടി, 23-24 ആയപ്പോൾ 29,329 കോടി. അതിൻ്റെ സാർ 5,000 കോടി രൂപ പ്ലാൻ എക്സ്പെൻഡിച്ചർ 2021-22 നിന്ന് 23-24 ആയപ്പോൾ കുറഞ്ഞു. ഇനി ബജറ്റിലെ എസ്റ്റിമേറ്റ് എത്രയാണെന്നറിയോ? പ്ലാൻ എക്സ്പെൻഡിച്ചർ 29,000 കോടി. അപ്പോൾ 2021-22 ഉണ്ടായ പ്ലാൻ എക്സ്പെൻഡിച്ചർ പോലും അടുത്ത കൊല്ലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിസ്മയിക്കായിരിക്കും സാർ? അപ്പോൾ എക്കോണമി വലുതാവുമല്ലേ? എക്കോണമി വലുതാവുന്ന അനുസരിച്ച് പ്രൊപ്പോഷണലായിട്ട് സാർ പ്ലാൻ സൈസ് വർദ്ധിക്കില്ലേ? ഇവിടെ പ്ലാൻ സൈസ് കീഴോട്ട് പോവാണ്. അപ്പം എന്താ? റൈറ്റ് എക്സ്ട്രീമാണ് ലൈൻ, തീവ്ര വലതുപക്ഷ വ്യതിയാനമാണിത്. പ്ലാനിൽ നിന്ന് നേരെ പോവാണ് താഴോട്ട്. നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ ഡാറ്റ ഞാൻ നോക്കി, എല്ലാ വർഷവും 10% പ്ലാൻ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കും. പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിനു മുമ്പുള്ള നിങ്ങളുടെ സർക്കാരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. 5-10% പ്ലാൻ എക്സ്പെൻഡിച്ചർ കൂടിക്കൊണ്ടിരിക്കും. ഇത് 2021-22 ഇങ്ങോട്ട് വന്നപ്പോൾ 29 എസ്റ്റിമേറ്റ് പോലും, അത് മുഴുവൻ വരണമെന്നില്ല, എസ്റ്റിമേറ്റ് പോലും 29,000 കോടി രൂപയുടെ ഉള്ളൂ. വെച്ചിട്ടും കാര്യമില്ല. പ്ലാൻ എക്സ്പെൻഡിച്ചർ ടോട്ടൽ വെച്ചിട്ടും കാര്യമില്ല. വെച്ചിട്ട് 55% 60% ഒക്കെയാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഇനി നിങ്ങൾ പറയുന്നുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഭയങ്കരമായിട്ട് കൂടി.
സാർ 2021-22 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി എക്സ്പെൻഡിച്ചറാണ്. അതായത് പണം ചെലവാക്കുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുക. അതിന് റിട്ടേൺ ഉണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരിക്കും, ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു എക്കോണമിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഫേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഇവിടെ 2021-22 17,000 ചില്ലാൻ കോടി ചെലവാക്കി. സാർ 2023-24 ഈ വർഷം 16,984 താഴോട്ട് പോയി. അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെൻഡിച്ചർ 2021-22 ചെലവാക്കിയതുപോലെ തന്നെ 17,000 കോടി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അടിസ്ഥാന സൗകര്യ വികസനം ഒക്കെ ഇത്രയും വലിയ കൊട്ടിഘോഷിച്ചിട്ടും നിങ്ങളുടെ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് നിങ്ങൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും ഇത് സൺറൈസ് സമ്പദ്ഘടനയാണോ, ഇക്കോണമിയാണോ, സൺസെറ്റ് ഇക്കോണമിയാണോ? ഡിക്ലൈനിങ് ആണ്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത്. എല്ലാം ഡിക്ലൈനിങ് ആണ്. അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാര്യത്തിലെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ഞാൻ വേറെ വിശദമായി പറയുന്നില്ല. നിങ്ങളുടെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നു, എന്താ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഈ റൈറ്റ് എക്സ്ട്രീമാണെന്നുള്ളതിൻ്റെ തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കിക്കൊണ്ട് പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങളും പരിശോധിക്കും. UGC നിർദ്ദേശമാണ്, ശരിയാണ്. ഈ UGC നിർദ്ദേശം വന്നപ്പോൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. The Politburo Bureau of the CPIM strongly opposes the move of the UGC to facilitate foreign universities and educational institutions to set up campuses in India, allowing them autonomy in determining fees and recruitment of teachers after a 90-day approval process. This will lead to creating enclaves of high fees, elitist institutions which will further distort the structure of higher education in the country. പോളിറ്റ് ബ്യൂറോ UGC തീരുമാനിച്ചപ്പോൾ പോളിറ്റ് ബ്യൂറോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങുകൂടി അംഗമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായ അങ്ങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ പോളിറ്റ് ബ്യൂറോ വിമർശിച്ച അതേ UGC ഗൈഡ് ലൈൻ, UGCയുടെ പ്രൊപ്പോസൽ കേരളത്തിൽ നടപ്പാക്കും. പിന്നെ വീണ്ടും ഒരു വാചകം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ പരിശോധിക്കും നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന്. സ്വകാര്യ, നമുക്കൊരു ചെറിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റമൊക്കെ. ഇങ്ങനെയാണ് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. സർ, അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് വിദേശ സർവകലാശാലകളെയും സ്വകാര്യ സർവകലാശാലയെയും കുറിച്ചൊരു പഠനം നടത്താൻ ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ സാർ, അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായിരുന്ന അമേരിക്കൻ അംബാസഡറായിരുന്ന ശ്രീ TP ശ്രീനിവാസനെ, അയാളുടെ കൊച്ചുമകനാകാൻ പ്രായമുള്ള ഒരു SFIക്കാരനെ പറഞ്ഞു വിട്ട് കരണത്തടിച്ച് അവൻ്റെ മുത്തച്ഛൻ്റെ പ്രായമാകാൻ മുത്തച്ഛനാവാൻ അവൻ്റെ മുത്തച്ഛൻ എന്താണ് ചർച്ച നടത്താൻ പോയെന്ന്. അതുകൊണ്ട് നിങ്ങൾ സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലകളും ആരംഭിക്കുന്നതിന് മുമ്പ് തെറ്റൊന്നുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി, അങ്ങ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും പറഞ്ഞ ആ TP ശ്രീനിവാസനോട് ഒന്ന് ക്ഷമ ചോദിക്കണം. സാർ, ഒരു സത്യം പറഞ്ഞാൽ അന്ന് TP ശ്രീനിവാസൻ എന്ന വ്യക്തിയല്ലല്ലോ, ആളൊരു അത്രയും വലിയ ആ പ്രായത്തിലുള്ള ഒരാൾ ഇത് ചർച്ച നടത്താൻ പോയതിൻ്റെ പേരിൽ ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ വീണു, മുഖത്തടിച്ച് കരണക്കുറ്റിക്ക്. ആലോചിച്ച് നോക്കി, നമ്മുടെയൊക്കെ പിതാവാൻ പ്രായമുള്ള ആളാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോൾ സങ്കടമാണ്. നിങ്ങളതൊക്കെ ന്യായീകരിച്ചോ?